അർജുനൻ തങ്ങളുടെ നേർക്ക് വരുന്നത് തൃഗർത്തന്മാർ കാണുന്നു. അവർ അർജുനനെ കണ്ട് അട്ടഹസിച്ച് ശബ്ദമുണ്ടാക്കുന്നു. അതുകണ്ട് പാർത്ഥൻ ശ്രീകൃഷ്ണനോട് പറഞ്ഞു, അലയോ കൃഷ്ണ, മരിക്കാൻ പോകുന്ന അവർ സന്തോഷം കൊണ്ട് ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നത് കണ്ടില്ലേ? ഉടനെ തന്നെ വീരസ്വർഗം പ്രാപിക്കുവാൻ സാധിക്കുന്നതിലുള്ള സന്തോഷമായിരിക്കാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പാർത്ഥൻ ശംഖെടുത്ത് ഉച്ചത്തിൽ ഊതുകയാണ്. ആ ശംഖധ്വനി കേട്ടതോടുകൂടി തൃഗർത്തന്മാർ ഭയപ്പെട്ടുവെങ്കിലും അവർ ധൈര്യം വീണ്ടെടുത്ത് അർജുനനോട് പൊരുതുവാൻ തുടങ്ങി. അർജുനൻ കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ, തൃഗർത്തന്മാരുടെ അടുത്തേക്ക് തന്നെ തേരോടിക്കുക. മരിച്ചാലല്ലാതെ അവർ യുദ്ധം നിർത്തുകയില്ല. അതുകൊണ്ട് ഉടൻ തന്നെ അവരുടെ കഥ കഴിച്ചേക്കാം. പാർത്ഥൻ ഗാന്ധീവത്തിൽ നിന്നും അനേകം ശരങ്ങൾ ഒരേ സമയത്ത് ശത്രുക്കൾക്ക് നേരെ എയ്യുന്നു. ശത്രുക്കളും നിരവധി ശരങ്ങൾ എയ്തു. അർജുനൻ ത്രാഷ്ട്രം എന്ന അസ്ത്രമെടുത്ത് ആ അസ്ത്രത്തിൻ്റെ ശക്തിയാൽ ശത്രുക്കൾ നോക്കുന്നിടത്തെല്ലാം അർജുനനെ കണ്ടു. കുറേ പേർ അർജുനനാണെന്ന് ധരിച്ച് സ്വന്തം സൈന്യത്തിലുള്ളവരെ തന്നെ വധിക്കുന്നു. അതായിരുന്നു ആ അസ്ത്രത്തിൻ്റെ ശക്തി.